റാപ്പർ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സിലബസിൽ നിന്ന് വേണ്ടെന്ന് വെച്ചത് അറിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിനാണ്. വേടന്റെ പാട്ട് വിശാല വീക്ഷണമുള്ള പാട്ടാണെന്നും മനുഷ്യർ നേരിടുന്ന പീഡനവും മർദ്ദനവും മനോഹരമായി ആവിഷ്കരിച്ചെന്നും വേടൻ പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിക്കുന്ന യുവാവാണെന്നും മന്ത്രി പറയുന്നുണ്ട്. VC-ക്ക് തനിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസിനെ മറികടക്കാൻ ആകില്ലെന്നും അവർ പറയുന്നുണ്ട്. സർവകലാശാലയിലെ BA 3-ാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്നും വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കുവാൻ വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയുണ്ടായിരുന്നു. ഇതിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സർവകലാശാലകളിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. സർവകലാശാലകളിൽ സ്വസ്ഥവും ശാന്തവുമായ അന്തരീക്ഷം വേണം. സ്വതന്ത്രമായ ആശയങ്ങൾക്കുള്ള ഇടമാകണം സർവകലാശാലകൾ. സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമെമ്പാടും പ്രത്യേക ആശയധാരയെ പ്രതിഷ്ഠിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട്. ബഹുസ്വരത, വൈജാത്യങ്ങൾ, സാമൂഹ്യ നീതിബോധമെല്ലാം തന്നെ സർവകലാശാലകളിൽ ഉറപ്പാക്കണം എന്നെല്ലാമാണ് മന്ത്രി കൂട്ടിച്ചേർക്കുന്നത്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലെത്തിയത് മഞ്ഞുരുക്കത്തിന്റെ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയിൽ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചെന്നും പ്രശ്നങ്ങൾ തീരണമെന്ന അഭിപ്രായമാണ് VC-ക്കുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. തുടർ നടപടികൾക്കായി സിൻഡിക്കേറ്റുമായി സംസാരിക്കുന്നുണ്ടെന്നും ആർ ബിന്ദു പറയുന്നുണ്ട്. അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നും സിൻഡിക്കേറ്റ് വിളിക്കണമെന്നും VC സമ്മതിച്ചുവെന്നും VC-യും സിൻഡിക്കേറ്റും ഒന്നിച്ച് ചർച്ച ചെയ്യുന്നതാണ് പരിഹാരമെന്നും ചർച്ചകളിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.